ഫുള്ളാമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇരുട്ടടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പൊന്നെ. അപ്പം ആ ഒരു ഇരുട്ടടിക്കൊക്കെ ശേഷം ശരിക്കും ഓപ്പൺലി ഇംഗ്ലീഷ് പണ്ഡിറ്റ്സിനെയൊക്കെ നോക്കിയാൽ അവർ ഓപ്പൺലി ടെൻ ഹാഗിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങുന്നു. ടെൻ ഹാഗ് സാക്കാകണം എന്നവർ ടെൻ ഹാഗിൻ്റെ ഓരോ കുറ്റങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് അവർ വ്യക്തമായിട്ട് ഇപ്പം മീഡിയാസിൽ പറയുന്നുണ്ട്. കാരണം ടെൻ ഹാഗിൻ്റെ ടാക്ടിക്സിനെയൊക്കെ കീറി മുറിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം ജേമി കാരിയർ ആയാലും ഗാരി നെവിലൊക്കെ ഓപ്പൺലി ടെൻ ഹാഗിനെ ക്രിട്ടിസൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും ടെൻ ഹാഗിൻ്റെ സാക്കിങ്ങിലേക്കുള്ള ആദ്യത്തെ തീപ്പൊരിയാണ്. ആളിക്കെത്താൻ പോകുന്ന ആ ഒരു പ്രശ്നത്തിൻ്റെ ആദ്യത്തെ തീപ്പൊരി ഓൾറെഡി ഇംഗ്ലീഷ് പണ്ഡിറ്റ്സ് ഇട്ട് കഴിഞ്ഞു. അതിൽ നമ്മൾ ജേമി കാരിയറിൻ്റെ കാര്യം നോക്കിയാൽ ജേമി കാരിയർ ഓരോരോ ടെൻ ഹാഗിൻ്റെ സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ടാക്ടിക്സിലൊക്കെ ഉള്ള ഓരോരോ പ്രശ്നങ്ങൾ എണ്ണി പുള്ളി പറയുന്നുണ്ട് സ്കൈയിൽ വന്നിട്ട്. അപ്പോൾ പുള്ളി പറയുന്ന കാര്യം ആദ്യം പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രസ്സിങ് സ്ട്രക്ചർ, വിത്തൗട്ട് ദ ബോളുള്ള നമ്മുടെ പ്രസ്സിങ് സ്ട്രക്ചർ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് തന്നെ ഓപ്പോസിഷൻ പലപ്പോഴും പല ക്രൂഷ്യൽ ഏരിയാസിലും യാതൊരു പ്രഷറും ഇല്ലാതെ അവർക്ക് ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മുടെ പ്രസ്സിങ്ങിലെ ഇൻറ്റൻറ്റ്, അതായത് ആർക്കാണ്ടിക്ക് വേണ്ടിയോ പ്രസ് ചെയ്യുന്ന കുറേ പ്ലെയേഴ്സ് കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുന്ന ടീമുകളെയൊക്കെ നോക്കി അവർ ഓരോ ഗെയിമിൻ്റെ ഓരോ ഫേസിലും അങ്ങനെ കണ്ടിന്യൂസ് പ്രഷർ അങ്ങനെ ഓപ്പോസിഷന് കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഒരു ഫേസിൽ കുറച്ച് പ്രഷർ കൊടുക്കും, അടുത്ത ഫേസിൽ വേണ്ട. അപ്പം ഈ രീതിയിലൊക്കെ കറക്റ്റായിട്ട് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു പ്രസ്സിങ്. അപ്പം സ്റ്റാർട്ടിങ് ടു എൻഡ് ഓപ്പോസിഷൻ ബോൾ പ്രോഗ്രസ് ചെയ്യുന്ന സമയങ്ങളിൽ ആ ഒരു കോൺസ്റ്റൻ്റ് പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോൾ റീഗെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓപ്പോസിഷൻ വളരെ കൂളായിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്ത് നമ്മുടെ ഫൈനൽ തേർഡിലെത്തും. അപ്പം ആ ഒരു പ്രഷറിൻ്റെ കാര്യമാണ് ജേമി കാരിയർ ആദ്യം പറയുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ റെസ്റ്റ് മാൻ ഡിഫൻസ് എന്ന് പറയുന്നൊരു സാധനം, അത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ മീഡിയാസിലെല്ലാം കേൾക്കുന്ന ഒരു സാധനമാണ്. റെസ്റ്റ് മാൻ ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസിഷനിൽ നമ്മൾ ബോൾ പൊസിഷനുമായിട്ട് ഓൾ ഔട്ട് ഓപ്പോസിഷൻ അറ്റാക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ട്രാൻസിഷൻ ഫേസസിൽ ഇവർ നമ്മളെ ഹിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ ലാസ്റ്റ് മാൻ എന്ന ഡിഫൻസിൻ്റെ ആ ഒരു പൊസിഷനിങ്, അതാണ് റെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റെസ്റ്റ് ഡിഫൻസ് ഭയങ്കര മോശമാണ്. റെസ്റ്റ് ഡിഫൻസിൻ്റെ പൊസിഷനിങ് ഭയങ്കര മോശമാണെന്നാണ് ജെയ്മി കാരിയർ പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു റെസ്റ്റ് ഡിഫൻസും നമ്മുടെ ബാക്കിയുള്ള ആ ഒരു മിഡ്ഫീൽഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിഡ്ഫീൽഡും ഈ ഒരു റെസ്റ്റ് ഡിഫൻസും തമ്മിലുള്ള ആ ഒരു സ്പേസിനെ ഓപ്പോസിഷൻ ക്യാപിറ്റലൈസ് ചെയ്യും. ഓപ്പോസിഷൻ്റെ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഒരു പ്രഷറും ഇല്ലാതെ അവിടെ അവർക്ക് ബോൾ റിസീവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഡിഫൻസിന് അഗൻസ്റ്റായിട്ട് അവർക്ക് റൺ മേക്ക് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കി ഉള്ള ആ ഒരു ഓപ്പോസിഷൻ്റെ ബാക്കിയുള്ള അറ്റാക്കിനെ പെട്ടെന്ന് അവർ ഫൈനൽ തേർഡിലേക്ക് എത്തിച്ച് ആ ഒരു ഓവർലോഡ് ക്രിയേറ്റ് ചെയ്ത് ആ രീതിയിൽ നമുക്കിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞ മാച്ചസിലൊക്കെ നമ്മൾ ആ രീതിയിലാണ് ഗോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്മുടെ ഈ ഒരു ഡിഫൻസിൽ ലിച്ചാ മാർട്ടിനസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഡിഫൻസിൽ ശരിക്കും പറഞ്ഞാൽ ടെൻ ഹാഗിന് ആ ഒരു വിശ്വാസം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡിഫൻസീവ് ലൈൻ അത്രയും ബാക്കിൽ ടെൻ ഹാഗ് നിർത്തുന്നത്. ഡിഫൻസീവ്ലി കോഷ്യസ് ആകാൻ പുള്ളി ശ്രമിക്കുന്നതാണ്. പക്ഷേ അത് ടാക്റ്റിക്കലി അത് ഓപ്പോസിഷൻ്റെ ടീം അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വീക്ക്നെസ് ആയിട്ട് ശരിക്കും മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെ ടെൻ ഹാഗ് അഡ്രസ്സ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു ഡിഫൻസീവ് പ്ലെയേഴ്സിലുള്ള പുള്ളിയുടെ വിശ്വാസക്കുറവ് പുള്ളി ഇന്നലത്തെ പ്രസ് കോൺഫറൻസിലും പറയുന്നുണ്ട്. അപ്പം അവരുടെ ഈ ഒരു ഓപ്പോസിഷൻ ടീം ഫുൾഹാം നമ്മളെ ടാക്റ്റിക്കലി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായി. പക്ഷേ അതിനെ ടാക്റ്റിക്കലി പുള്ളി പറയുന്ന ഇൻസ്ട്രക്ഷനെ പിച്ചിൽ എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതും വേറൊരു പ്രശ്നമാണെന്ന് പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഡിഫൻസീവ്ലി ഉള്ള പ്ലെയേഴ്സിൽ ലിച്ചാ മാർട്ടിനസ് അല്ലാത്ത യാതൊരു ഡിഫൻസീവ് പ്ലെയേഴ്സിൻ്റെ മേലും പുള്ളിക്ക് യാതൊരു രീതിയിലുള്ള വിശ്വാസവും ഇല്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് പുള്ളി കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ ഒരു ഡിഫൻസിൻ്റെ പ്രശ്നത്തെ എന്തുകൊണ്ട് പുള്ളി അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ളതും പുള്ളിയുടെ മുകളിലുള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. കാര്യം പുള്ളി ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഫുള്ള് പുള്ളിയുടെ ചുമതല എന്നുള്ള രീതിയിൽ പുള്ളി ഏറ്റെടുത്ത് പുള്ളിക്ക് ഇഷ്ടമുള്ള പ്ലേയേഴ്സിനെ മാത്രമാണ് പുള്ളി റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഡിഫൻഡേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു ഡിഫൻഡറിനെങ്കിലും ഒരു നല്ല ഡിഫൻഡറിനെങ്കിലും കൊണ്ടുവരണ്ടായിരുന്നു. ഇപ്പം ലിച്ചാ മാർട്ടിനസ് മാത്രം ഉള്ള സമയത്ത് തന്നെ നമ്മൾ അത്രയും ബെറ്റർ ആകുന്നുണ്ട്. അപ്പോൾ അതേ കാലിബറിലുള്ള ഒരു ഡിഫൻഡറിനെ പുള്ളിയുടെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ പുള്ളി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പുള്ളിയുടെ സിസ്റ്റത്തിന് ആപ്റ്റായിട്ടുള്ള ഡിഫൻഡർ വന്നിരുന്നെങ്കിൽ അതിൻ്റേതായ ഒരു ചേഞ്ച് നമുക്ക്
ഓൺ ദ പിച്ച് കണ്ടേനെ. അല്ലാതെ വെറുതെ നമ്മൾ ഈ ഒരു മേസൺ മൗണ്ടിന് വേണ്ടി അത്രയും കാശൊക്കെ മുടക്കിയ സമയത്ത് നമുക്കൊരു ഡിഫൻഡർ ആയിരുന്നു വേണ്ടത്. അപ്പോൾ അത് അങ്ങനത്തെ പല പ്രശ്നങ്ങൾ, ടാക്റ്റിക്കലുള്ള പുള്ളിയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പുള്ളിയുടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലുള്ള പുള്ളിയുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പയ്യെ എക്സ്പോസ് ആകുന്നുണ്ട്. ഡിഫൻസീവ് പ്ലെയേഴ്സിലുള്ള പുള്ളിയുടെ വിശ്വാസക്കുറവിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പ്. നമ്മൾ ഒനാനെ കൊണ്ടുവന്നത് ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പിന് വേണ്ടിയായിരുന്നു. കഴിഞ്ഞ വർഷം ഡെഗയ ഉള്ളതുകൊണ്ടാണ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റാത്തതെന്നായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഡെഗയെ മാറ്റി ഒനാന വന്നു. വീണ്ടും നമ്മളിവിടെ ലോങ് ബോൾ തന്നെയാണ് കളിക്കുന്നത്. അപ്പം ഞാനൊരിക്കലും ഈ ഒരു ടെൻ ഹാഗിനെ ഇപ്പം തന്നെ പുറത്താക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ടെൻ ഹാഗിൻ്റെ ഒരു ഫെയർ ചാൻസ് കിട്ടണം നമ്മുടെ ഇവിടെ. പക്ഷേ ഇതുപോലത്തെ ചെറിയ ടീമുകൾക്കെതിരെ നമ്മുടെ ടീം, ഈ ഒരു ടീം മതി അവർക്കെതിരെ ജയിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ടാക്റ്റിക്കലി ഉള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ ഒരു ബ്രില്യൻസ് ഒക്കെ വരും മാച്ചസിൽ പുള്ളി കാണിക്കണം. അതിന് പറ്റിയ മാച്ചാണ് നോട്ടിംഗ്ഹാമിനെതിരെയുള്ള മാച്ച്. ശരിക്കും പറഞ്ഞാൽ നോട്ടിംഗ്ഹാം ശരിക്കും നമ്മൾ ഈ ഇത്രയും നേരവും പറഞ്ഞ ടാക്റ്റിക്കൽ വീക്ക്നെസ്സിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുന്ന ടീമാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. അവർക്കെതിരെയുള്ള നേരത്തെ മാച്ചിലൊക്കെ അവർ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ വായടപ്പിക്കാൻ വേണ്ടി ടെൻ ഹാഗിന് പറ്റിയൊരു ചാൻസാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ ഇന്ന് നടക്കുന്നത്. ഇന്ന് രാവിലെ എനിക്കൊന്ന് 1:30 1:15 മാച്ച്. അപ്പോൾ ആ ഒരു മാച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ഹാഗിന് ക്രിറ്റിസിസം അല്ലെങ്കിൽ ടെൻ ഹാഗ് ഹേറ്റേഴ്സിൻ്റെ വായടപ്പിക്കാൻ പറ്റിയ ഒരു മാച്ചാണ്. അപ്പോൾ ടെൻ ഹാഗിനെ സാക്ക് ചെയ്യണം എന്ന് പറയുമ്പം തന്നെ ടെൻ ഹാഗിൻ്റെ റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിനെക്കുറിച്ചും വ്യക്തമായിട്ടൊരു ക്ലിയർ പിക്ചർ ഇപ്പം പയ്യെ വരുന്നുണ്ട്. കാരണം യുണൈറ്റഡിൻ്റെ ഫാൻ ബേസിനെല്ലാം ടെൻ ഹാഗ് സാക്കാകുകയാണെങ്കിൽ, സാക്കാകുമ്പോഴത്തേന് ടെൻ ഹാഗിനെ റീപ്ലേസ് ചെയ്യേണ്ടത് നാഗൽസ്മാൻ ആയിരിക്കണം എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ ആൾക്കാർക്കും ഉള്ളത്. അപ്പം നാഗൽസ്മാനും ഓൾമോസ്റ്റ് സെയിം ഈ ഒരു ട്രാൻസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. ട്രാൻസിഷൻ ഫുട്ബോളിനെ നല്ല സക്സസ്ഫുള്ളി പുള്ളി ഓൺ ദ പിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത മാനേജറാണ്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡിന് പറ്റിയ മാനേജറാണ്. അതുമാത്രമല്ല, പുള്ളി ചെന്ന സ്ഥലങ്ങൾ ഹോഫൻഹൈമിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് റെലിഗേഷൻ ബാറ്റിലുള്ള ടീമിനെ പുള്ളി ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ലൈപ്സിക്കിൻ്റെ ആ ഒരു ടീമിനെ പുള്ളി കൺസിസ്റ്റൻ്റ് ആയിട്ട് സെക്കൻഡ് തേർഡൊക്കെ ലീഗിൽ കൊണ്ടുവന്നു. ഈവൻ ബയേണിലെ പുള്ളിയുടെ പെർഫോമൻസിനെ പലരും അണ്ടർ വാല്യൂ ചെയ്യാറുണ്ട്. കാര്യം ബയേണിൽ പുള്ളിയുടെ വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മോർ ദാൻ 71% പുള്ളിക്ക് വിൻ പെർസെൻറ്റേജ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ അത് മാത്രമല്ല, ബയേണിൻ്റെ കൂട്ടത്തിൽ പുള്ളി ആദ്യത്തെ സീസണിൽ പുള്ളി ലീഗ് അടിച്ചു, സൂപ്പർ കപ്പ് ആദ്യത്തെ സീസണിലും രണ്ടാമത്തെ സീസണിലും ജയിച്ചു. പുള്ളി സാക്കാകുന്ന സമയത്ത് ഈ ബയേണും ഡോട്ട്മുണ്ടും തമ്മിൽ ഒറ്റ പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ സാക്ക് ചെയ്ത്, ഈ നാഗൽസ്മാനെ സാക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലണ്ടറാണ്. ബയണിൻ്റെ ബോർഡ് ചെയ്ത വലിയൊരു ബ്ലണ്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സീസണിൻ്റെ എൻഡിൽ ആ ഒരു ബോർഡിനെ തന്നെ അവരെടുത്ത് മാറ്റിയത്. പിന്നെ വന്ന തോമസ് തുക്കലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം തോമസ് തുക്കലിൻ്റെ അപ്പോയിൻമെൻറ്റ്, തോമസ് തുക്കലിൻ്റെ ബയണിലെ ഫെയിലിയർ, ഇതൊക്കെ ശരിക്കും നന്നായിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന ബയൺ എന്ന് പറയുന്ന ഒരു ക്ലബിലുള്ള പ്രശ്നങ്ങളെ എക്സ്പോസ് ചെയ്യുന്ന പല കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാഗൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു മാനേജർ പുള്ളി ചെന്ന സ്ഥലങ്ങളിലെല്ലാം പുള്ളി സക്സസ് പുള്ളി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നാഗൽസ്മാൻ വരുന്നതിനകത്ത് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ടെൻ ഹാഗ് ഈ ഒരു സീസണിൽ ബാക്കിയുള്ള മാച്ചസിലൊക്കെ ടെൻ ഹാഗ് പുള്ളിയെ തന്നെ പ്രൂവ് ചെയ്യണം. ടാക്റ്റിക്കലി ഉള്ള പുള്ളിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അത് നമുക്ക് കാണണം. പുള്ളിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പുള്ളിയുടെ മുന്നിൽ. അപ്പോൾ അതുവരെ ഞാൻ എന്താണെങ്കിലും ടെൻ ഹാഗിനെ ബാക്ക് ചെയ്യും. ടെൻ ഹാഗ് അല്ലാതെ വേറൊരു മാനേജർ വരണം ഞാൻ ഒരിക്കലും പറയത്തില്ല. ടെൻ ഹാഗിനെ തന്നെ പ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇനിയിപ്പോൾ ഉള്ള ആ ഒരു റെസ്റ്റ് ഓഫ് ദ സീസൺ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ടുണ്ട്. മറ്റൊരു നല്ല വീഡിയോ കാണാം.